ജമാഅത്തെ ഇസ്ലാമി എന്താണ് എന്ന് കേരളത്തിൽ അറിയിച്ചു കൊടുത്തത് ഷെയ്ഖ് ഉമർ മൗലവിയെ ആണെങ്കിൽ പറയാറുണ്ടല്ലോ, അതേപോലെ അറബ് ലോകത്തിന് എന്താണ് ഇഖ്വാനിസം, ആരാണ് സയ്യിദ് ഖുത്ബ്, ആരാണ് ഹസൻ ബന്ന എന്ന് വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തത് ഷെയ്ഖ് റബിയാണ്. അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്ത കാലം എന്ന് പറഞ്ഞാൽ ഈ ഇഖ്വാനുൽ മുസ്ലിമൂൻ ആ കാലഘട്ടത്തിൽ സൗദി അറേബ്യയിലേക്ക് ചേക്കേറുകയും ഈജിപ്തിൽ നിന്നൊക്കെ അവിടെ അവർക്ക് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് സൗദി അറേബ്യയിലേക്ക് വരികയും പല കലാലയങ്ങളിലും അവിടുത്തെ അവരെ അധ്യാപകരായി നിയമിച്ച് അവരുടേതായ ആശയങ്ങൾ ജനങ്ങൾക്ക് കുത്തിവെക്കുന്ന ആ സന്ദർഭത്തിലാണ് ഷെയ്ഖ് റബി ആളുകൾക്കിൻ്റെ വ്യക്തത മനസ്സിലാക്കി കൊടുക്കുക. അതോടുകൂടി അദ്ദേഹത്തെ അരിക്കാക്കി ഈ ഇഖ്വാനുൽ മുസ്ലിമീൻ്റെ ആളുകളും അവരുമായ സിൽബന്ദികളായ ആളുകളൊക്കെ അദ്ദേഹത്തെ ഒരു പ്രത്യേക മദ്ഖലി എന്ന് പറയുന്ന ഒരു വിഭാഗമായി ചിത്രീകരിച്ചു. ജാമി എന്നൊരു വിഭാഗമായി ചിത്രീകരിച്ച പോലെ തന്നെ അദ്ദേഹത്തിന് മുഹമ്മദ് അമീൻ ജാമിയെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ അദ്ദേഹത്തിനെതിരെ വളരെ ശക്തമായ മോശപ്പെട്ട പരാമർശങ്ങൾ നടത്തി. അദ്ദേഹം ഇന്നലെ മരണപ്പെട്ട സമയത്ത് പോലും അത്തരത്തിലുള്ള ആളുകൾ അദ്ദേഹത്തിന് റഹിമഹുല്ലാ എന്ന് പറയാൻ പറ്റുമോ എന്നുള്ള ചർച്ചകളിലായിരുന്നു അവരുണ്ടായത്. ഏതായിരുന്നാലും വളരെ വൈജ്ഞാനികമായ ഒരു മേഖലയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. ഏതൊരു മനുഷ്യനാകട്ടെ, പണ്ഡിതനായിരുന്നാലും അങ്ങനെ തന്നെയായിരിക്കും. ഇമാം മാലിക് പറഞ്ഞ പോലെ എടുക്കാനുണ്ടാവും, തള്ളാനുണ്ടാവും. അദ്ദേഹം ദീനിനു വേണ്ടി സേവനം ചെയ്തൊരു മഹാപണ്ഡിതനാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ പരലോക മോക്ഷത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അദ്ദേഹം കൈവച്ച മേഖലകളിലൂടെ മുന്നോട്ട് പോവുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്.